അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ് ഒരാഴ്ച തികയുന്നതിനു പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി ഡൊണാൾഡ് ട്രംപ്. ചരിത്രപരമായ രണ്ടാം ടേമിൽ പ്രിയ സുഹൃത്തിനെ അഭിനന്ദിക്കുന്നതായി ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു. അമേരിക്കയുടെ പരസ്പരം പ്രയോജനകരവും വിശ്വസനീയവുമായ പങ്കാളിത്തത്തിന് ഇന്ത്യ എക്കാലത്തും പ്രതിജ്ഞാബദ്ധമാണെന്നും നരേന്ദ്രമോദി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഫോൺ സംഭാഷണത്തിനിടെ ചർച്ചയായതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക് സ്ഥാനാർത്ഥിയായിരുന്ന ട്രംപ് വിജയിച്ചതിനു പിന്നാലെ നവംബർ 7-നാണ് അവസാനമായി ഇരുവരും ഫോണിലൂടെ സംസാരിച്ചത്. ജനുവരി 20-ന് നടന്ന ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അനധികൃത കുടിയേറ്റത്തിനെതിരായ നടപടികൾ അമേരിക്ക ശക്തമാക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ഗുരുദ്വാരകളിൽ വരെ പരിശോധന നടന്നു. സിഖ് സംഘടനകളിൽ നിന്ന് ശക്തമായ എതിർപ്പ് പരിശോധനയ്ക്കെത്തിയ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജന്മാവകാശ പൗരത്വ നിയമം എടുത്തുകളയുന്നതടക്കമുള്ള ഉത്തരവുകളിൽ അധികാരമേറ്റെടുത്തതിന് പിന്നാലെ ട്രംപ് ഒപ്പിട്ടിരുന്നു. യുഎസിൽ ജനിച്ചു വീഴുന്ന രാജ്യത്തെ പൗരത്വമുള്ള ആളുകളുടെ കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന നിയമമായിരുന്നു ജന്മാവകാശ പൗരത്വ നിയമം. യുഎസിൽ ജനിച്ചവരാണെങ്കിലും അതിന്റെ അധികാര പരിധിക്ക് വിധേയരല്ലാത്തവർ ജന്മാവകാശ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന് പുതിയ നിയമം പറയുന്നുണ്ട്. H-1B വിസ ഉടമകൾ, ഗ്രീൻ കാർഡ് ഉടമകൾ, വിദ്യാർത്ഥി അല്ലെങ്കിൽ സന്ദർശക വിസയിലുള്ളവർ പോലുള്ള താൽക്കാലിക വിസ ഉടമകൾ, രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ എന്നിവർക്ക് യുഎസിൽ ജനിക്കുന്ന കുട്ടികളെ നിയമം ബാധിക്കും. അതേസമയം ജന്മാവകാശ പൗരത്വ നിയമത്തിന് ഉപാധികൾ വെച്ചുകൊണ്ടുള്ള ഉത്തരവ് നടപ്പാക്കുന്നത് US ഡിസ്ട്രിക്ട് ജഡ്ജി ജോൺ കഗ്നൂർ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തിരുന്നു. അതേസമയം അനധികൃത കുടിയേറ്റക്കാരെ കുപ്രസിദ്ധമായ ഗ്വാണ്ടനാമോ ജയിലിലേക്ക് അയക്കാനുള്ള നീക്കമാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കുറ്റവാളികളാകുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഗ്വാണ്ടനാമോ ബേ സൈനിക ജയിലിലേക്ക് അയക്കാൻ പദ്ധതിയുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. തീവ്രവാദി ബന്ധം സംശയിച്ച് പിടികൂടിയവരെ ക്രൂരമായ പീഡനത്തിനിരയാക്കിയിരുന്ന ജയിലാണ് ഗ്വാണ്ടനാമോ. മോഷണം, അക്രമ കുറ്റകൃത്യം എന്നീ കുറ്റങ്ങൾക്ക് പിടിയിലാകുന്ന അനധികൃത കുടിയേറ്റക്കാരെ വിചാരണയ്ക്ക് മുൻപ് തടങ്കലിൽ വയ്ക്കാൻ അനുവദിക്കുന്ന ബില്ലിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ട്രംപ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. രേഖകളില്ലാത്ത അനധികൃത കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും ഗ്വാണ്ടനാമോയിൽ അടയ്ക്കും. 30,000 പേരെ താമസിപ്പിക്കാൻ കഴിയും വിധം തടവറ വിപുലീകരിക്കാനാണ് ഉത്തരവ്. ഗ്വാണ്ടനാമോ ബേയിൽ 30,000 പേരുടെ കുടിയേറ്റ കേന്ദ്രമൊരുക്കാൻ പെന്റഗണിനും ഹോംലാൻഡിനും സെക്യൂരിറ്റി വകുപ്പിനും നിർദ്ദേശം നൽകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുകയാണെന്ന് ട്രംപ് വൈറ്റ് ഹൌസിൽ വെച്ച് പറഞ്ഞു. അനധികൃത കുടിയേറ്റം തടയാൻ തെക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ട്രംപ് CBP-1 എന്ന ബോർഡർ ആപ്ലിക്കേഷന്റെ പ്രവർത്തനവും അവസാനിപ്പിച്ചു. നിയമപരമായി യുഎസിലേക്ക് കുടിയേറുന്നതിനായി ഏകദേശം 1 ദശലക്ഷത്തോളം ആളുകൾ ഉപയോഗിച്ചിരുന്ന ആപ്പാണിത്. തെക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നുള്ള പ്രവേശനം ഈ ആപ്പിലൂടെയായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ട്രംപ് ഭരണത്തിലേറിയതിനു മണിക്കൂറുകൾക്കകം തന്നെ ഇനി സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന അറിയിപ്പാണ് ആപ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം ട്രംപിന്റെ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ക്യൂബ രംഗത്ത് വന്നിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റേത് അതിക്രൂരമായ തീരുമാനമാണെന്നാണ് ക്യൂബയുടെ പ്രതികരണം. ക്യൂബയോട് ചേർന്നാണ് ഗ്വാണ്ടനാമോ സ്ഥിതി ചെയ്യുന്നത്.